നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ ബൈക്ക് കിടന്നിട്ടി. ഇത് നമ്മുടെ ചെമ്പന്റെ വണ്ടിയാ. സംഭവം കൊള്ളാല്ലേ? നന്നായിട്ടുണ്ട്. അയ്യോ എന്റെ അമ്മ, എന്റെ കാല്. എടാ നീ ഇങ്ങനെ നിലവിളിക്കാതെ. എടാ ആരെങ്കിലും കേട്ടാ നിന്നെ ഞങ്ങൾ തട്ടിക്കൊണ്ടു പോവാണെന്ന് വിചാരിക്കും. ഇവനെ ഒരു കാല് തല്ലി ഒടിക്കുന്നതിന് വരെ ഒരു നാക്ക് പിഴുതെടുത്താൽ മതിയായിരുന്നു. എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. വേദന വന്നാ ഞാൻ നിലവിളിക്കും. കുഞ്ഞിലെ ഉള്ള ശീലമാ. നല്ല വേദനയുണ്ടോ? പിന്നെ ഭയങ്കര വേദന ഉണ്ട്. സാരമില്ല, ഹോസ്പിറ്റലിൽ എത്തിയിട്ടേ എന്തെങ്കിലും ചെയ്യാം. സമാധാനായിട്ടിരിക്കാറ്. ഇത് നിന്റെ ആക്ടിംഗ് അല്ലല്ലോ. ഈ സമയത്ത് എന്റെ ഹാർട്ട് പിഴുത് നിങ്ങളെ കാണിച്ചാലും എനിക്ക് ഹാർട്ട് ഉണ്ടോന്ന് നിങ്ങൾ ചോദിക്കും. ഇവനൊരു സ്വസ്ഥ തരൂലല്ലോ. ഒറ്റയ്ക്ക് നിന്നോണ്ടിരിക്കാതെ എനിക്ക് കൂടെ കുറച്ചതാ. ഭയങ്കര വേദന. എന്നാ വായിട്ട് ചവച്ചോ. അങ്ങനെ ഇങ്ങൊന്നും മിണ്ടായിരിക്കുമല്ലോ. തിന്നുമ്പോ നിനക്ക് വേദന ഒന്നുമില്ലേ? വേദന മറക്കാനാ തിന്നുന്നേ. അല്ല ഇവനെ ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാനാ? നിയറസ്റ്റ് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. അവന്മാര് ഈ ബാധകൾ എവിടെ ചെന്നാലും ഉണ്ടാവുമല്ലോ. അശോക്, അതിനകത്തൊരു പെണ്ണുണ്ടോ? ഏത് പെണ്ണ്? അവരെ കൂട്ടത്തിൽ പെണ്ണുണ്ടോ? അവരെ കൂട്ടത്തിൽ പെണ്ണുണ്ടോ? പെണ്ണോ? ഓ പെണ്ണുണ്ട്. നീ വണ്ടി വണ്ടി അപ്പോഴും സൈക്കിൾ എടുത്താൽ പറഞ്ഞതാ. നീ പോന്നി പോടാ. എവിടെ? നിർത്ത്. എടാ അതിനിടയ്ക്ക് എവിടെ പോകടാ? എങ്ങോട്ട് പോയി? എടാ നീ ഇവിടെ നോക്കി നിൽക്കായിരുന്നു. അത് ഞാൻ കണ്ണുറച്ചിറക്കുമ്പോ വണ്ടി കണ്ടില്ല. എന്തൊരു മറിമായം! വാട്ട് എ മിറാക്കിൾ! എടാ ആ 5 സുന്ദരികളെ കൂടാതെ അവരുടെ വണ്ടിയിൽ വേറൊരു പെൺകുട്ടി. അതേത് പെൺകുട്ടി? എടാ ശരിക്കും നീ പെൺകുട്ടിയെ കണ്ടോ? എടാ അപ്പൊ നീ കണ്ടില്ലേ? അത് ആ സമയത്ത് ഞാൻ വേറൊരു പെൺകുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓ എന്തിനടാ? എടാ ഞാൻ ആ വണ്ടിയിൽ 6ാമതൊരു പെൺകുട്ടിയെ കണ്ടു. അത് സത്യമാണ്. ഇത് ഒളിച്ചോട്ടാണോ? ഈ പെൺകുട്ടികൾ ഓരോന്നായിട്ട് ഒളിച്ചോടിയാ നമ്മൾ എന്ത് ചെയ്യോളിയാ? തെക്ക് വടക്ക് നടക്കും, അല്ലാതെ എന്ത് ചെയ്യാൻ? എന്നാൽ എന്നെ കണ്ട ഉടനെ 6ാമത്തെ പെൺകുട്ടി എന്തിനായിരിക്കും ഒളിപ്പിച്ചത്? ഒളിപ്പിച്ചോ? ആ എന്നാ ഇതിലെന്തോ ചുറ്റിക്കളിയുണ്ട്. ആ അവളെയും കൊണ്ട് അവരെങ്ങോട്ടാ പോയെന്ന് അറിയില്ലല്ലോ. ഇവിടെ വേദനയുണ്ട്. ഇവിടെയോ? നല്ല വേദനയുണ്ട്. എന്താ അതിന്റെ പേര്? പേര് ആനന്ദ്. അതെ ആനന്ദ് എന്നാ അവന്റെ പേര്. ആനന്ദേ ഇടയ്ക്കിടയ്ക്ക് പേര് മറന്നു. അതുകൊണ്ടാ ഞങ്ങള് പേര് പറഞ്ഞത്. അതെ മറന്നു. നിങ്ങളൊക്കെ ആനന്ദിന്റെ ആരാ? ഞങ്ങളൊക്കെ ഫ്രണ്ട്സാ. അല്ല ഇയാളെന്തിനാ മാസ്ക് വെച്ചിരിക്കുന്നേ? ജലദോഷമുണ്ടോ? 2 ദിവസമായിട്ട് അവന് ചുമയും ജലദോഷവും ഒക്കെ ഉണ്ട്. ഇവനെ ഇവിടെ കൊണ്ടുവരുമ്പോ ഇവന്റെ അസുഖം ഡോക്ടർക്ക് വരാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവനെ മാസ്ക് വെച്ച് കൊണ്ടുവന്നത്. നിങ്ങളൊന്ന് പുറത്തിരിക്കെ, വിളിക്കാം. ഡോക്ടർ, ഞങ്ങൾ ഇവന്റെ അടുത്ത് നിന്ന് മാറിയാലേ ഇവന് പ്രശ്നവും. എന്ത് പ്രശ്നം? അത് ഇവനെ തനിയെ നടക്കാൻ പറ്റില്ല ഡോക്ടർ. അതെ, 2 പേരുടെ സഹായം എപ്പോഴും വേണം ഡോക്ടർ. സഹായത്തിന് ഞങ്ങളൊക്കെ ഇല്ലേ? നിങ്ങളൊന്ന് പുറത്തേക്കൂ. എനിക്ക് ഇയാളെ വിശദമായിട്ടൊന്ന് പരിശോധിക്കണം. നിങ്ങളൊന്ന് പുറത്തു നിൽക്കുന്നേ.
തനിക്ക് ഇത്രയും ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോടോ? ആ, താൻ ഭാഗ്യവാനാണല്ലോ. അവരാണ് സാറേ എന്റെ നിർഭാഗ്യം. അതെന്താ? ആ, അതങ്ങനെയൊക്കെയാണ്. ഇവിടെ വേദനയുണ്ട്. ശ്ശോ, ആ പരിശോധന ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞെങ്കിൽ. നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? ഡോക്ടർ നഴ്സ് ആരവിനെ തിരിച്ചറിയൂന്നാ. അയ്യോ ഇനി തിരിച്ചറിയോ? ശ്ശോ, ആ കൺഫ്യൂഷൻ ആയല്ലോ. ഇത് റിസ്ക് ആണെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. അപ്പൊ നീ എന്താ പറഞ്ഞേ? റിസ്ക് എന്ന വാക്കിനെ പറ്റി പറയാൻ പാടില്ലെന്ന്. നമുക്കിന്ന് രക്ഷപ്പെടാനേ എന്റെ ഒരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? അവനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടേ നമുക്ക് സ്ഥലം വിട്ടാലോ? ആ എന്നിട്ട് വേണം പോലീസ് അവനെ അറസ്റ്റ് ചെയ്യാൻ. പിന്നെ തെളിവെടുപ്പിന് അവനെ നമ്മുടെ ഹോസ്റ്റലിലോട്ട് കൊണ്ടുവരും. അതിന് പിന്നാലെ നമ്മളെ പോലീസ് പൊക്കും. അയ്യോ പോലീസ്. എല്ലാരും ഓടിക്കോ. പ്രശ്നമായല്ലോ. ACP ഇങ്ങോട്ടാ വരുന്നേ. ഇനി ആരെ വിവരമുണ്ടെന്ന് അറിഞ്ഞിട്ടാണോ പോലീസ് ഇങ്ങോട്ട് വന്നത്?